മനോഹരൻ, ലീനയുടെ സഹോദരൻ. അവൻ കൊടുങ്കാറ്റിന്റെ വേഗതയിൽ ഡ്രോയിങ് റൂമിനുള്ളിലേക്ക് പാഞ്ഞു കയറി രഞ്ജിത്തിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അലറി, എടാ തെണ്ടി, എന്നെ വിടൂ! രഞ്ജിത്ത് ബലം പ്രയോഗിച്ച് അവനെ വേർപെടുത്തിക്കൊണ്ട് പിന്നോട്ട് പിടിച്ചു തള്ളി. ബ്ലഡി റാസ്കൽ! പല്ലു ഞെറുമിക്കൊണ്ട് ഒരു വ്യാഘ്രത്തെ പോലെ മനോഹരൻ വീണ്ടും മുന്നോട്ടാഞ്ഞു. വീണ്ടും രഞ്ജിത്ത് അവനെ പിടിച്ചു തള്ളി. മനോഹരൻ ടീപ്പോയുടെ കാലിൽ തട്ടി മലർന്നടിച്ചു വീണു. അടുത്ത നിമിഷം മെർലിൻ ഭയന്ന് പിന്നോട്ട് മാറി. ചുവന്ന കണ്ണുകൾ ചുഴറ്റി അവൻ നാലുപാടും ശ്രദ്ധിച്ചിട്ട് കിടന്നുകൊണ്ടു തന്നെ ചോദിച്ചു, നീ ആരെയാണ് പിടിച്ചു തള്ളിയതെന്ന് അറിയാമോടാ? അറിയാം. മനോഹരൻ അമർത്തി മൂളിയതിനു ശേഷം പാൻസിൽ ഒളിച്ചു വെച്ചിരുന്ന റിവോൾവർ എടുത്ത് രഞ്ജിത്തിന്റെ നേർക്ക് ചൂണ്ടി. അളിയാ? അളിയൻ, മനോഹരൻ പരിഹാസ്യമായി ചോദിച്ചു. റിവോൾവർ കണ്ടപ്പോ ഞാൻ എങ്ങനെയാടാ അളിയനായത്? അളിയൻ എന്തു പറ്റി? എന്താണിത്? റിവോൾവർ. ഇതിനുള്ളിൽ 6 വെടിയുണ്ടകളുണ്ട്. അതിലൊരെണ്ണം നിനക്ക് വേണ്ടി ചെലവഴിക്കേണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. എന്താണ്, പറയൂ. എന്റെ പെങ്ങളെ കൊന്നത് എനിക്കറിഞ്ഞുകൂടാ. കള്ളം. സത്യം നിനക്കറിയാം. നീ കുറ്റവാളിയായതുകൊണ്ടാണ് ഭാര്യ മരിച്ച് 16 തികയുന്നതിന് മുമ്പ് ഈ നാടകം അരങ്ങേറിയത്. അളിയൻ എന്നെ തെറ്റിദ്ധരിക്കുന്നു. യു ഷട്ടപ്പ്! അലറിക്കൊണ്ട് മനോഹരൻ എഴുന്നേറ്റു. അതേ നിമിഷം തന്നെ മെർലിൻ പിന്നിൽ നിന്നുകൊണ്ട് മനോഹരന്റെ തലയ്ക്ക് ഫ്ലവർ ഉയർത്തി അടി കൊടുത്തു. യാദൃശികമായി മുമ്പോട്ട് അവൻ ഒരു ചുവട് വെച്ചതുകൊണ്ട് മുതുകിലാണ് അടിയേറ്റത്. ഞെട്ടിത്തിരിഞ്ഞ് അവളുടെ കരണത്തൊരടി കൊടുത്തിട്ട് വീണ്ടും അടിക്കാനായി കൈ ഉയർത്തിയപ്പോൾ രഞ്ജിത്ത് പിന്നിൽ നിന്നുകൊണ്ട് മനോഹരനെ ബലമായി പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു, അളിയ കാര്യം അറിയാതെ ബഹളമുണ്ടാക്കരുത്. എന്നെ വേണമെങ്കിൽ കൊന്നുകൊള്ളൂ. മനോഹരൻ വെട്ടിത്തിരിഞ്ഞ് രഞ്ജിത്തിനെ രൂക്ഷമായി നോക്കി. റിവോൾവർ അവന്റെ തലയിൽ അമർത്തിക്കൊണ്ട് പറഞ്ഞു, നടക്കടാ പുറത്തേക്ക്. രഞ്ജിത്ത് അനുസരിച്ചു. മനോഹരൻ അവനെ തന്റെ കാറിൽ കയറ്റിക്കൊണ്ട് സ്വന്തം വീട്ടിലെത്തി. രഞ്ജിത്തിനെ കണ്ടപ്പോൾ അംബിക പരിഭവത്തോട് ചോദിച്ചു, ലീന മരിച്ച ദുഃഖം സഹിക്കാനാവാതെ കിടന്നുറങ്ങുകയാണോ? ഇവിടെ ഒരാൾ ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി. അംബികെ, ഇവനോടൊന്നും ചോദിക്കേണ്ട. മനോഹരന്റെ പരുക്കൻ ശബ്ദവും പ്രത്യേക സംബോധനയും കേട്ടപ്പോൾ എന്തോ പന്തികേടുണ്ടെന്ന് അവൾക്ക് തോന്നി. നിങ്ങൾ ക്രമത്തിലധികം മദ്യപിച്ചിട്ടുണ്ടോ? മദ്യം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അളിയന് കൂട്ടുകാരന്റെ സ്ഥാനമേ ഉള്ളൂ. ഇവനെ കൊല്ലാനായി 2 തവണ ഞാൻ റിവോൾവർ ചൂണ്ടിയതാണ്. എന്ത്? ലീന കൊല്ലപ്പെട്ടത് ഇവന്റെ അറിവോടെയാണടി. അളിയാ, രഞ്ജിത്ത് ഹൃദയവേദനയോടെ വിളിച്ചു. വേണ്ട, നിന്റെ അഭിനയമൊന്നും എനിക്ക് കാണേണ്ട. ചേട്ടനൊന്ന് സമാധാനിക്ക്, അംബിക അവനെ സാന്ത്വനിപ്പിക്കാനായി പറഞ്ഞു. ഇല്ല, എന്റെ പെങ്ങളുടെ ഘാതകനെ കണ്ടുപിടിക്കുന്നത് വരെ എനിക്ക് വിശ്രമമില്ല. പോലീസുകാർ അന്വേഷിക്കുന്നില്ലേ? ഉണ്ട്. അവരുടെ പെങ്ങളല്ല കൊല്ലപ്പെട്ടത്. എല്ലാ രഹസ്യവും അറിയാവുന്നയാൾ എന്റെ മുമ്പിൽ ഇരിപ്പുണ്ടല്ലോ. എനിക്ക് ഒരു രഹസ്യവും അറിഞ്ഞുകൂടാ. അളിയൻ എന്നെ വിശ്വസിക്കൂ. ഷട്ടപ്പ്! പെട്ടെന്ന് മനോഹരന്റെ ഭാവം മാറി. അവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് രഞ്ജിത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, നിന്റെ കാറിൽ നിന്ന് ഇറങ്ങി ഓടിയ പെണ്ണ് ഏതാടാ? ആശുപത്രിയിലെ റിസപ്ഷനിസ്റ്റാണ്. നീ അവളെ എവിടെ കൊണ്ടുപോവുകയായിരുന്നു? ഞാൻ ടൗണിലേക്ക് പോയപ്പോൾ ഒരു ലിഫ്റ്റ് കൊടുത്തതാണ്. എന്നിട്ട് നീ ടൗണിൽ പോയോ? പോയി. എപ്പോ? ഉടനെ തന്നെ പോയി. രഞ്ജിത്ത് പറഞ്ഞു തീർന്നതും മനോഹരന്റെ ഉരുക്കുമുഷ്ടി അവന്റെ മുഖത്ത് പതിച്ചു. ചേട്ടാ! അംബിക ഓടിച്ചെന്ന് മനോഹരനെ കടന്നു പിടിച്ചു. മാറടി! അംബികയെ കുതറി മാറ്റിക്കൊണ്ട് അവൻ ചോദ്യം ആവർത്തിച്ചു. പറയടാ, നീ ഉടൻ തന്നെ മടങ്ങിപ്പോയോ? അത് എന്താടാ, നിന്റെ നാം ഇറങ്ങിപ്പോയോ? നീ അവളെ ആശുപത്രി കൊണ്ടാക്കിയിട്ടല്ലടാ ടൗണിലേക്ക് പോയത്? എന്നിട്ട് വീട്ടിൽ പോയിരുന്ന് അയാളുടെ ഭാര്യയുമായി സല്ലപിക്കുകയായിരുന്നില്ലേ? എനിക്ക് ആ സ്ത്രീയുമായി ബന്ധമൊന്നും ഇല്ല. ഇല്ലടാ, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ അവൾ എന്നെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. അളിയൻ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയപ്പോ അവർ ചെയ്തതാണ്. അതുവരെ മനോഹരനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അംബികയുടെ മുഖഭാവം പെട്ടെന്ന് മാറി. ഭാര്യയെ കൊന്നത് പോരാഞ്ഞ് എന്റെ ഭർത്താവിനെയും കൊല്ലിക്കാനാണോ ഭാവം? ചേച്ചിയെങ്കിലും എന്നെ വിശ്വസിക്കൂ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ആ പെണ്ണിനെ നീ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ? അത് രഞ്ജിത്തെ, മര്യാദയ്ക്ക് മറുപടി പറയുന്നതാണ് നല്ലത്. മനോഹരന്റെ ശബ്ദം കൂടുതൽ പരുഷമായി. ഇല്ല. രഞ്ജിത്ത് നാവടക്കുന്നതിനു മുമ്പ് വീണ്ടും മനോഹരന്റെ വലതുകരം പ്രവർത്തിച്ചു. മുഖത്ത് ശക്തമായി ഇടിയേറ്റ അവൻ
കസേരയുടെ ഒപ്പം പിന്നോട്ട് മറിഞ്ഞു വീണു. മനോഹരൻ അവനെ പിടിച്ച് എണീപ്പിച്ചുകൊണ്ട് അലറുന്ന ശബ്ദത്തിൽ പറഞ്ഞു, 24 മണിക്കൂറിനുള്ളിൽ അവളെ ഞാൻ കൊന്നുകളയും. നിനക്ക് എതിർക്കാൻ കഴിയുമെങ്കിൽ എതിർത്തുകൊള്ളുക. അളിയ, രഞ്ജിത്ത് ദയനീയമായി വിളിച്ചു. ഇനി നമ്മൾ അളിയന്മാരല്ല, ശത്രുക്കളാണ്. ആരാണ് ജയിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം. പടിക്ക് പുറത്ത് കിടക്ക്. കടക്കാൻ. രഞ്ജിത്ത് തലകുനിച്ചുകൊണ്ട് കൊട്ടാര സദൃശ്യമായ വീടിന്റെ വാതിലിന് പുറത്തു കടന്നു. ഇതേ നിമിഷം തന്നെ അംബിക വളരെ ശക്തിയോടെ വാതിൽ അടച്ചുപൂട്ടി. അവൻ ആള് മോശക്കാരനല്ലല്ലോ, അംബിക പറഞ്ഞു. ഞാനും അവനെ ഇങ്ങനെയല്ല കരുതിയത്. നിങ്ങൾ ആരെയും തല്ലാനും കൊല്ലാനൊന്നും പോകണ്ട. അല്ലടി, അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ലീനയെ ഇവനായിരിക്കുമോ വധിച്ചത്? അല്ല, പക്ഷെ ഇവന് അവളുടെ കൊലപാതകത്തിൽ അല്പം പോലും ദുഃഖമില്ലാതിരിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. ഇവനെ കൂടി സംശയമുണ്ടെന്ന് സർക്കിൾ ഇൻസ്പെക്ടറോട് പറയണം. നമ്മൾ പറയാതെ തന്നെ അവർ ഇവനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അനുജത്തിയെ രഞ്ജിത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ്. അയ്യോ, വേണ്ട വേണ്ട. അവൻ ഡോക്ടറുടെ ഭാര്യയുടെയും ആശുപത്രിയിലെ ജോലിക്കാരി പെണ്ണിന്റെയും പിന്നാലെ നടക്കുക. ആ പെണ്ണിനെ ഇവൻ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ആശുപത്രിയിൽ ചെന്ന് ഞാൻ നയത്തിൽ അവളോട് ചോദിച്ചു. ലീനയുടെ കൊലയാളികൾ ആ പെണ്ണിന്റെ ആളുകളായിക്കൂടെ? നോ, അവൾ വീട്ടിൽ നിന്ന് സ്വയം ഇറങ്ങിപ്പോയതാണ്. കളവായിരിക്കും. രഞ്ജിത്ത് കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് ഏതോ സാമൂഹ്യ വിരുദ്ധരുടെ കയ്യിൽ ശവം റെയിൽപാളത്തിൽ തള്ളാൻ കൊടുത്തയച്ചു കാണും. അവർ ആയിരിക്കും ശവത്തിൽ. തന്റെ ഭാര്യ പറയുന്നത് ശരിയായിരിക്കുമെന്ന് മനോഹരന് തോന്നി. രഞ്ജിത്ത് പോകുന്നതിന് മുമ്പ് ഇവൾ ഈ അഭിപ്രായം പറയുകയായിരുന്നെങ്കിൽ അവനെ താൻ ജീവനോടെ വിടുകയില്ലായിരുന്നു. ഒരു ഉറച്ച തീരുമാനത്തോടെ മനോഹരൻ എഴുന്നേറ്റ് ബാർ റൂമിലേക്ക് കയറി അലമാറ തുറന്ന് ഷാമ്പയിന്റെ കുപ്പിയെടുത്ത് തുറന്നു. ഈ സമയം ഷാനിയും ഡോക്ടർ മാർട്ടിൻ പെരേരയും കൺസൾട്ടിംഗ് റൂമിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചുണ്ടായ സംസാരത്തെപ്പറ്റി മനഃപൂർവ്വം അവൾ മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോ എൻ്റെ മനസ്സ് കൂടുതൽ കലുഷിതമാണ്. എന്തിന്? വിവാഹശേഷം താങ്കളെ പറ്റിയുള്ള ഓർമ്മകൾ എന്നെ വേട്ടയാടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഡോൺ വറി, നിന്നെ ഹിപ്നോട്ടൈസ് ചെയ്ത് മനസ്സിന് ശക്തിയും ധൈര്യവും പകർന്നു തരാം. അദ്ദേഹം അവളെ കസേരയിൽ ചാരിക്കെടുത്തിട്ട് ഹിപ്നോട്ടൈസ് ചെയ്ത് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. വൈകിട്ട് അവൾ ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ പുറത്ത് രഞ്ജിത്ത് കാത്തുനിൽപ്പുണ്ടോ എന്ന് നോക്കി. ആദ്യം എത്തിയ ബസ്സിൽ കയറി അവൾ ടൗണിൽ ഇറങ്ങി. അടുത്ത ബസ്സിൽ കയറി വീട്ടിലേക്ക് പോകാനായി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോഴാണ് ബാറിന് മുമ്പിൽ മദ്യപിച്ച് ഉന്മത്തനായി നിൽക്കുന്ന രഞ്ജിത്തിനെ കണ്ടത്. ഒരു നിമിഷം അവൾക്ക് ഭയം തോന്നിയെങ്കിലും അടുത്ത നിമിഷം അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു. രഞ്ജിത്ത്, എന്താണിത്? ഷാനിയോ? ഇന്ന് ഞാൻ അല്പം മദ്യപിച്ചു. എന്തിന്? വരൂ, നമുക്ക് അല്പം മാറി നിന്ന് സംസാരിക്കാം. അവർ ബാറിന്റെ മുമ്പിൽ നിന്നും സാവധാനം നടന്ന് ഒരു ജ്വല്ലറി ഷോപ്പിന്റെ വരാന്തയിൽ കയറി നിന്നു. ഷാനി, അവരെന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുക. നിന്നെയും തട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഒളിച്ചോടിപ്പോയ ഭാര്യയെ ഓർത്ത് ഞാൻ ജീവിക്കണമെന്ന്. എനിക്ക് മജ്ജയും മാംസവുമുണ്ട്. ഞാനൊരു ചെറുപ്പക്കാരനാണ്. പതുക്കെ പറയൂ, ഇത് റോഡാണ്. നീ എൻ്റെ വീട്ടിലേക്ക് വാ. ഇപ്പോഴോ? ഇപ്പോൾ വന്ന എന്താ? എൻ്റെ അമ്മ നിന്നെ സ്വീകരിക്കും. വിവാഹം കഴിയട്ടെ. നിങ്ങളുടെ കാർ എവിടെ? ഡോക്ടറുടെ വീട്ടുപടിക്ക് കിടപ്പുണ്ട്. രഞ്ജിത്ത് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിൽ പോകൂ പ്ലീസ്. നീ വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ ഇങ്ങനെ കൂത്താടി ഇവിടെ നിൽക്കാതെ വേഗം പോകൂ. എനിക്ക് ഒരുത്തിനെയും പേടിയില്ലടി. എൻ്റെ അമ്മാവനും ഒരു SI ആണ്. ഒരുത്തനെ എന്നെ ഭയപ്പെടുത്തേണ്ട. അദ്ദേഹത്തിന് കൂടി നാണക്കേടാവില്ലേ? ആ ശരിയാണ്. അവൻ പറഞ്ഞു തീർന്നതും ഒരു പോലീസ് ജീപ്പ് അവരുടെ മുമ്പിൽ ചവിട്ടി നിർത്തി. ജീപ്പിൽ നിന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ജയദേവനും സബ് ഇൻസ്പെക്ടർ ചെറിയാനും ചാടിയിറങ്ങി. കയറടാ വണ്ടിയിൽ. രഞ്ജിത്തിന്റെ കോളറിന് കുത്തിപ്പിടിച്ച് SI ജീപ്പിനുള്ളിലേക്ക് എറിഞ്ഞു. ഷാനിയെ പിടിച്ചു വലിച്ച് സർക്കിൾ ഇൻസ്പെക്ടർ ജീപ്പിലേക്ക് കയറ്റി. ജീപ്പ് പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി കുതിച്ചു. സ്റ്റേഷനിലെത്തിയ ഉടനെ വനിതാ പോലീസുകാരുടെ മുമ്പിലേക്ക് ഷാനിയെ എറിഞ്ഞു കൊടുത്തിട്ട് രഞ്ജിത്തിനെ ഒരു പ്രത്യേക മുറിയിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയി. ആരാടാ ലീനയെ കൊന്നത്? സർക്കിൾ ഇൻസ്പെക്ടർ ജയദേവൻ ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ. റാസ്കൽ! സർക്കിൾ ഇൻസ്പെക്ടർ കൈ ചുരുട്ടി അവന്റെ അടിവയറ്റിൽ ഒരു ഇടി കൊടുത്തു. രഞ്ജിത്ത് അട്ടയെ പോലെ ചുരുണ്ട് തറയിൽ വീണു. സബ് ഇൻസ്പെക്ടർ അവനെ എഴുന്നേൽപ്പിച്ച് ഭിത്തിയിൽ ചാരി നിർത്തി. സർക്കിൾ ഇൻസ്പെക്ടർ വീണ്ടും അവന്റെ അടിവയറ്റിലടിച്ചു. അയ്യോ അമ്മേ! പറയടാ, എന്തിനാണ് അവളെ കൊന്നിട്ട് ശാരീരിക ബന്ധം നടത്തിയത്?
ഞാൻ നിരപരാധിയാണ്. വീണ്ടും സർക്കിളിന്റെ കൈ ഉയർന്നു താണു. ശ്വാസോച്ഛ്വാസം നിലച്ച് രഞ്ജിത്ത് ഏതാനും നിമിഷങ്ങൾ നിന്നുപോയി. സബ് ഇൻസ്പെക്ടർ അവന്റെ നെഞ്ചി തിരുമ്മിക്കൊടുത്തു. എന്നിട്ട് ഭിത്തിക്ക് അഭിമുഖമായി നിർത്തി മുതുകിൽ 4-5 കൊടുത്തു. ഇനി എന്നെ തല്ലരുത്, തളർന്ന ശബ്ദത്തിൽ അവൻ പറഞ്ഞു. ഇറങ്ങി വാടാ. അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവർ എസ്ഐയുടെ മുറിയിൽ കയറി. അപ്പോൾ സിഗരറ്റ് പുകച്ചുകൊണ്ട് കള്ളപ്പുഞ്ചിരിയോടെ ഇരിക്കുന്ന മനോഹരനെ കണ്ട് അവൻ നടുങ്ങി. അളിയാ, രഞ്ജിത്ത് ഒരു വിലാപം പോലെ വിളിച്ചു. അളിയനോ? ആരുടെ അളിയൻ? മനോഹരൻ പരിഹാസമായി ചോദിച്ചു. അടുത്ത നിമിഷം ഷാനിയെ 2 വനിതാ പോലീസുകാർ ചേർന്ന് അങ്ങോട്ട് കൊണ്ടുചെന്നു. രഞ്ജിത്ത് അവളെ ഒന്നേ നോക്കിയുള്ളൂ. അടുത്ത നിമിഷം അവന്റെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ടുപോയി. ഷാനിയുടെ ചുണ്ടുകളിൽ നിന്നും രക്തമൊലിച്ചിറങ്ങുന്നു. കണ്ണുകൾ കരിവാളിച്ചിട്ടുണ്ട്. കവിളുകളിൽ വിരലടയാളങ്ങൾ ചുവന്ന് തിണർത്ത് കിടക്കുന്നു. വലിച്ചു കീറിയ ബ്ലൗസിനുള്ളിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു നിൽക്കുന്ന സ്തനങ്ങൾ ഒരു പാവം പെൺകുട്ടിയോട് ചെയ്യാവുന്നതിലപ്പുറം ചെയ്തിരിക്കുന്നു. നിരപരാധികളെ ക്രൂരമായി മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിക്കുന്നതിനാണോ പോലീസുകാരെ നിയമിച്ചിരിക്കുന്നത്? അവന്റെ സിരകളിലേക്ക് ചുടുരക്തം ഇരച്ചു കയറി. അടുത്ത നിമിഷം അവൻ ഒരു വ്യാഘ്രത്തെ പോലെ മനോഹരന്റെ നേർക്ക് ചാടി വീണു. ഒറ്റയിടിക്ക് മനോഹരൻ കസേരയിൽ നിന്ന് താഴെ വീണു. മിന്നൽ വേഗത്തിൽ അവൻ കാലുയർത്തി മനോഹരന്റെ അടിവയറ്റിൽ ആഞ്ഞു ചവിട്ടി. വീണ്ടും ചവിട്ടാനായി കാലുയർത്തിയപ്പോഴാണ് പിന്നിൽ നിന്ന് SI രഞ്ജിത്തിനെ തൊഴിച്ച് തെറിപ്പിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെട്ടെന്ന് മനോഹരനെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഒരു പോലീസുകാരൻ വെള്ളവുമായി ഓടിയെത്തി. മനോഹരൻ വെള്ളം വാങ്ങി കുടിച്ചിട്ട് പല്ലുകൾ ഞെരുമിക്കൊണ്ട് രഞ്ജിത്തിനെ തുറിച്ചു നോക്കി. ഇനി അവനെ തല്ലിയാൽ ശവത്തിന് ഉത്തരവാദിത്തം പറയേണ്ടി വരും, സബ് ഇൻസ്പെക്ടർ ചെറിയാൻ പറഞ്ഞു. അവന്റെ ശവത്തിന് മുനിസിപ്പാലിറ്റി ചത്തുകിടക്കുന്ന പട്ടിയുടെ വില പോലും ഞാൻ നൽകുന്നില്ല. സർ, നേരത്തെ എന്താണ് പരാതിപ്പെടാതിരുന്നത്? സബ് ഇൻസ്പെക്ടർ ചോദിച്ചു. ഇവൻ സത്യസന്ധനായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പോഴല്ലേ സംഗതി പിടികിട്ടിയത്. സാർ പേടിക്കണ്ട, ഇനി കൊലപാതകം ഞങ്ങൾ തെളിയിച്ചു കൊള്ളാം. മനോഹറിന്റെ ചുണ്ടിൽ നിന്നും പുഞ്ചിരി വിടർന്നു. പെട്ടെന്ന് ടെലിഫോൺ ബെല്ലടിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ റിസീവർ എടുത്തു. യെസ്, പോലീസ് സ്റ്റേഷൻ. CI ജയദേവ്? അതെ സർ. അതെ, അങ്ങനെയാണോ? ഓക്കെ സർ. ഓഫ് കോഴ്സ്. യെസ്, യാ, ഷുവർ. റിസീവർ കാർഡിൽ വെച്ചിട്ട് അദ്ദേഹം മനോഹരനോട് പറഞ്ഞു. നിങ്ങൾ പോയിക്കോളൂ, ഞാനും ചെറിയാനും ഒരു സ്ഥലം വരെ പോവുകയാണ്. ശരി, ഞാൻ നാളെ വരാം. മനോഹരൻ എഴുന്നേറ്റ് രഞ്ജിത്തിനെ ഒന്നുകൂടി തറപ്പിച്ച് നോക്കിയിട്ട് പുറത്തേക്കിറങ്ങി. ഇവിടെ വാടാ. സർക്കിൾ ഇൻസ്പെക്ടർ ജയദേവൻ തറയിൽ വീണു കിടക്കുന്ന രഞ്ജിത്തിനെ അടുത്തേക്ക് വിളിച്ചു. അവൻ എഴുന്നേറ്റ് അറച്ചറച്ച് അടുത്തേക്ക് ചെന്നു. SP, നിന്റെ ആരാടാ? ആരുമല്ല. നിനക്ക് ഉന്നതങ്ങളിൽ പിടിപാടുണ്ട് അല്ലേടാ? ഞങ്ങളുടെ തൊപ്പി തെറിപ്പിക്കാനായി പാവ കളിച്ച് നിൽക്കുകയായിരുന്നല്ലേ? പൊയ്ക്കോ. ഷാനിയോടും പൊയ്ക്കോളാൻ അദ്ദേഹം പറഞ്ഞു. പുറത്തിറങ്ങി അവരെയും കാത്ത് ജുവൽ ഷോപ്പിന്റെ ഉടമ രാധാകൃഷ്ണൻ കാറുമായി നിൽപ്പുണ്ടായിരുന്നു. കാറിലേക്ക് കയറടാ. രാധാകൃഷ്ണൻ പിൻവശത്തെ ഡോർ തുറന്നു പിടിച്ചു. 2 പേരും കാറിൽ കയറി. എങ്ങോട്ടാണ് പോകേണ്ടത്? രാധാകൃഷ്ണൻ ചോദിച്ചു. എൻ്റെ വീട്ടിലേക്ക് വണ്ടി വിട്. രാധാകൃഷ്ണൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് ചോദിച്ചു. നീ എന്തേടാകൂടത്തിലാടാ ചാടിയിരിക്കുന്നത്? നീ ആണോടാ എന്നെ രക്ഷിച്ചത്? നിങ്ങളെ പോലീസ് കൊണ്ടുപോയത് ഞാൻ കണ്ടുകൊണ്ട് കടയിലിരിക്കുകയായിരുന്നു. പുതിയ SP എൻ്റെ ഇളയ അളിയൻ്റെ കൊച്ചമ്മയുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനാണ്. താങ്ക് യു. തക്ക സമയത്ത് SP ഫോൺ എത്തിയില്ലായിരുന്നെങ്കിൽ അവർ ഞങ്ങളെ കൊന്നുകളയുമായിരുന്നു. വീട്ടിലെത്തിയ ഉടൻ യശോധരമ്മയോട് രഞ്ജിത്തും രാധാകൃഷ്ണനും വിവരങ്ങൾ പറഞ്ഞു. അവർ ഷാനിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുളിമുറി കാണിച്ചു കൊടുത്തു. കുളി കഴിഞ്ഞെത്തിയ അവൾക്ക് അവർ പുതിയ സാരിയും പാവാടയും ബ്ലൗസും നൽകി. നേരം രാത്രിയായല്ലോ, ഇവളെ കൊണ്ടുപോയി വിടണ്ടേ? യശോധരി അമ്മ ചോദിച്ചു. വേണ്ടമ്മേ, ആശുപത്രിയിലേക്ക് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി. അത് ശരിയാണോ മോനെ? തെറ്റും ശരിയും ഉന്നതങ്ങളിലുള്ള സ്വാധീനത്തെ ആശ്രയിച്ചാണ് നിശ്ചയിക്കപ്പെടുന്നത്. ഇവളെ തന്തയും തള്ളിയും അന്വേഷിക്കുകയില്ലടാ. പിന്നെയും പോലീസുകാർ ഇവിടെ വരണോ? ഞാൻ ഇപ്പോൾ തന്നെ ഫോൺ ചെയ്യാം. രഞ്ജിത്ത് കസേരയിൽ നിന്നും എഴുന്നേറ്റു. വേണ്ട, ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞോളാം. അവൾ ഹ്യൂമൻ ലൈഫ് സെൻ്ററിലേക്ക് ഫോൺ ചെയ്തു. ഹലോ, ഡോക്ടർ അല്ലേ? അതെ, ഷാനിയാണോ സംസാരിക്കുന്നത്? യെസ് സർ, ഞാൻ രഞ്ജിത്തിൻ്റെ വീട്ടിലുണ്ട്. അച്ഛൻ വിളിക്കുകയാണെങ്കിൽ ആശുപത്രിയിലുണ്ടെന്ന് പറയണം. ഷുവർ. സന്ധ്യയ്ക്ക് തന്നെ വിവാഹം കഴിഞ്ഞോ? ഇല്ല ഡോക്ടർ, വഴിക്ക് വെച്ച് ചില കുഴപ്പങ്ങളുണ്ടായി. നാളെ വരുമ്പോൾ എല്ലാം വിശദീകരിച്ച് പറയാം. അവൾ റിസീവർ ക്രാഡിലിൽ വെച്ചിട്ട് യശോധരി അമ്മയോട് പറഞ്ഞു.
അമ്മേ, എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു, ഒന്ന് കിടക്കണം. വല്ലതും കഴിച്ചിട്ട് കിടക്കാം മോളെ. അവർ അവൾക്ക് വേഗം ആഹാരം വിളമ്പിക്കൊടുത്തു. അല്പം ആഹാരം കഴിച്ചിട്ട് അവൾ യശോധരി അമ്മ കാണിച്ചു കൊടുത്ത മുറിയിൽ കയറി കിടന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അവൾ ഉറങ്ങിപ്പോയി. രഞ്ജിത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ പകൽ നടന്ന സംഭവങ്ങൾ അവന്റെ മനസ്സിലൂടെ ചലച്ചിത്രം പോലെ മിന്നിമറഞ്ഞുകൊണ്ടിരുന്നു. ലീനയുടെ സഹോദരൻ ഇത്ര ദുഷ്ടനായിരിക്കുമെന്ന് ഒരിക്കലും അവൻ കരുതിയിരുന്നില്ല. സ്വന്തം സഹോദരി മുൻഗാമുവിനോടൊപ്പം ഒളിച്ചോടി സ്വയം അപകടത്തിൽ ചെന്ന് ചാടിയതാണെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും അവർ ഒരുക്കമല്ല. വഞ്ചകയായ അവളെ ഓർത്ത് താൻ ദുഃഖിച്ചിരിക്കുന്നത് അവന് കാണണം പോലും. മനസാക്ഷിയില്ലാത്ത കാപാലികൻ. എത്ര തവണ അവൻ തൻ്റെ നേർക്ക് റിവോൾവർ ചൂണ്ടി ഭയപ്പെടുത്തി. അവസാനം അവൻ പറഞ്ഞത് തന്നെ അഹങ്കാരമല്ലേ? ഷാനിയെ 24 മണിക്കൂറിനുള്ളിൽ അവൻ വധിക്കുമെന്ന്. ഷാനിയെ പറ്റി ഓർത്തപ്പോൾ രഞ്ജിത്തിന്റെ ഹൃദയം തകർന്നുപോയി. പാവം പെണ്ണ്. അവൾ തനിക്ക് വേണ്ടി എന്തുമാത്രം മർദ്ദനമേറ്റു. വനിതാ പോലീസുകാർ അവളോട് അല്പം പോലും ദയ കാണിച്ചില്ല. അവൻ സാവധാനം കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. ശബ്ദമുണ്ടാക്കാതെ ഇടനാഴിയിലേക്ക് ഇറങ്ങി ഷാനി കിടന്നുറങ്ങുന്ന മുറിയുടെ വാതിൽക്കൽ അല്പസമയം നിന്നു. ഷാനിയെ വിളിച്ചുണർത്തി അവളുടെ കണ്ണുകളിലും രക്തം കിനിഞ്ഞൊഴുകുന്ന ചുണ്ടുകളിലും സാവധാനം ചുംബിച്ചാലോ? തനിക്ക് വേണ്ടി മർദ്ദനമേറ്റ അവളെ സ്വാന്തനിപ്പിക്കാനും സ്നേഹിക്കാനുമുള്ള കടമ മറക്കുന്നത് വഞ്ചനയല്ലേ? അതെ, അവളെ വഞ്ചിക്കാൻ പാടില്ല. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണം. ശരീരത്തേറ്റ ക്ഷതങ്ങൾ ഒപ്പിയെടുക്കണം. അവളുടെ ഹൃദയത്തിൽ തേന്മഴ പെയ്യിക്കണം. ദൃഢനിശ്ചയത്തോടെ അവൻ സാവധാനം കതകിൽ സ്പർശിച്ചു. ചാരിയിരുന്ന കതക് അല്പം തുറന്നു. രഞ്ജിത്ത് ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് നടന്നു. കട്ടിൽ കിടക്കുന്ന സ്ഥാനത്തെത്തിയപ്പോൾ അവൻ നിന്നു. എന്നിട്ട് കട്ടിലിൽ ഇരുന്നു കൊണ്ട് സാവധാനം പരതി നോക്കി. കട്ടിൽ ശൂന്യമായി കിടക്കുന്നു. അടുത്ത നിമിഷം അവൻ ചാടി എണീറ്റ് ലൈറ്റിട്ടു. മുറിയിൽ ഷാനി ഉണ്ടായിരുന്നില്ല. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് അവൻ മുറിയിൽ നിന്നും ഇറങ്ങി. യശോധരി അമ്മയുടെ മുറിവാതിൽക്കിൽ ചെന്ന് ഒരു നിമിഷം നിന്നു. അവൾ അമ്മയുടെ മുറിയിലാണ് കിടക്കുന്നതെങ്കിൽ തന്റെ അന്വേഷണ ശുദ്ധിയിൽ സംശയമുണ്ടാകില്ലേ? പക്ഷേ ചോദിക്കാതിരിക്കാൻ വയ്യ. അവൻ സാവധാനം കതകിൽ മുട്ടി. അമ്മേ, അമ്മേ, രഞ്ജിത്താണോടാ? യശോധരി അമ്മ ഉറക്കമുണർന്നു. ആ. അവർ ലൈറ്റ് തെളിച്ചു. എന്താ മോനെ? എനിക്ക് ഒരു കപ്പ് കാപ്പി വേണം. ഓടുമുറിയിലെ മേശപ്പുറത്തിരിക്കുന്ന ഫ്ലാസ്കിൽ കാണും. ഷാനി ഉറക്കമാണോ അമ്മേ? അപ്പുറത്തെ മുറിയിലില്ലേ? വാതിൽ തുറന്നു കിടക്കുകയാണ്. എന്ത്? യശോധരി അമ്മ ചാടി എണീറ്റു. ലീന അപ്രതീക്ഷയായ സംഭവം അവരുടെ മസ്തിഷ്കത്തിലൂടെ ഒരു മിന്നൽ പിണർ പോലെ പാഞ്ഞുപോയി. അമ്മ മുറിയിൽ കയറി ലൈറ്റിട്ട് നോക്ക്. യശോധരി അമ്മ മുറിയിൽ കയറി ലൈറ്റിട്ടു. മോനെ! ഒരാർത്തനാദം പോലെ അവർ വിളിച്ചു. അമ്മയും മകനും മുഖാമുഖം നോക്കി. യശോധരി അമ്മ ഭയം കൊണ്ട് ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. രഞ്ജിത്ത് ഓടിച്ചെന്ന് കുളിമുറികളും മറ്റു മുറികളും സ്റ്റോർ റൂമും പരിശോധിച്ചു നോക്കി. അവർ ഭയപ്പെട്ടതു തന്നെ. ഷാനി അപ്രത്യക്ഷയായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അവളെ വിളിക്കാം, യശോധരി അമ്മ പറഞ്ഞു. വേണ്ടമ്മേ, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യാം. ആദ്യം ഡോക്ടർക്ക് ഫോൺ ചെയ്ത് ചോദിക്ക്. രഞ്ജിത്ത് പെട്ടെന്ന് ഹ്യൂമൻ ലൈഫ് സെന്ററിലേക്ക് ഫോൺ ചെയ്തു. ഹലോ, ഡോക്ടർ പെരേരയുടെ ആശുപത്രി അല്ലേ? അതെ. ഡോക്ടർ അവിടെ ഉണ്ടോ? ഡോക്ടർ പെരേരയാണ് സംസാരിക്കുന്നത്. ആ ഡോക്ടർ തന്നെയായിരുന്നോ? താങ്കളുടെ ശബ്ദം കേട്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. ഡോക്ടർ രഞ്ജിത്താണ് സംസാരിക്കുന്നത്. നിങ്ങൾ വല്ലാതെ പരവശനായിരിക്കുന്നത് പോലെ തോന്നുന്നല്ലോ. വാട്ട് ഹാപ്പൻ? ഷാനിയെ കാണുവാനില്ല. എന്ത്? അതെ ഡോക്ടർ. എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പോലീസിനെ അറിയിച്ചില്ലേ? ഇല്ല, ആദ്യം താങ്കൾക്കാണ് ഫോൺ ചെയ്തത്. മിസ്റ്റർ രഞ്ജിത്ത്, ഡോക്ടറുടെ ശബ്ദം ഉയർന്നു. പറയൂ ഡോക്ടർ. ഇത്തവണ നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് വരികയില്ല. എന്ത്? അതെ, അവൾ എൻ്റെ ആശുപത്രിയിലെ ജീവനക്കാരിയാണ്. ഷാനി ഇവിടെ നൈറ്റ് ഡ്യൂട്ടിയിലാണെന്ന് ഞാൻ അവളുടെ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സത്യമായും നിരപരാധിയാണ് ഡോക്ടർ. എനിക്ക് കേൾക്കണ്ട. ടെലിഫോൺ ബന്ധം നിലച്ചു. റിസീവർ ക്രാഡിൽ വെച്ചിട്ട് രഞ്ജിത്ത് മരവിച്ചിരുന്നു. ഡോക്ടർ എന്താടാ പറഞ്ഞത്? ഓഹോ, ഡോക്ടർ എന്ത് പറയാനാണമ്മേ? ഏതായാലും പോലീസിനെ വിവരം അറിയിക്കാം. രഞ്ജിത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. അഡീഷണൽ SI ഹുസൈനാണ് ഫോൺ എടുത്തത്. പോലീസ് സ്റ്റേഷൻ? സർ, കഴിഞ്ഞ ആഴ്ചയിൽ കൊല്ലപ്പെട്ട ലീനയുടെ ഭർത്താവാണ് ഞാൻ. രഞ്ജിത്ത് അല്ലേ? അതെ സർ. എന്തു വേണം? എൻ്റെ വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അവളെ കാണാനില്ല. എപ്പോഴാണ് കാണാതായത്? ഇപ്പോൾ യാദൃശ്യമായി ഉണർന്നു നോക്കിയപ്പോഴാണ് അവൾ അപ്രത്യക്ഷയായ വിവരം അറിഞ്ഞത്. ഓക്കെ,
നിങ്ങൾ ആരോടും വിവരം പറയണ്ട, ഞങ്ങൾ ഉടനെ പുറപ്പെടുകയാണ്. അഡീഷണൽ എസ് ഐ ഹുസൈൻ ഉടൻ തന്നെ സർക്കിൾ ഇൻസ്പെക്ടർ ജയദേവന് ഫോൺ ചെയ്തു. അദ്ദേഹം എസ് പിയുടെ വസതിയിലേക്ക് വയർലെസ് മെസ്സേജ് കൊടുത്തു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സംഭവ സ്ഥലത്തേക്ക് കുതിക്കാൻ സർക്കിളിന് നിർദ്ദേശം കിട്ടി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ ജയദേവനും അഡീഷണൽ എസ് ഐ ഹുസൈനും 4 പോലീസുകാരും ഒരു ജീപ്പിൽ രഞ്ജിത്തിന്റെ വീട്ടുമുറ്റത്ത് എത്തിച്ചേർന്നു. അവർ രഞ്ജിത്തിനെയും അമ്മയെയും ചോദ്യം ചെയ്തു. കൂടുതൽ അന്വേഷണങ്ങൾക്കായി രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തു. റാംജിത്ത് സാവധാനം വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയിട്ട് പോക്കറ്റിൽ നിന്നും വില കൂടിയ ഒരു ചുരുട്ടെടുത്ത് കത്തിച്ച് വലിച്ചുകൊണ്ട് നിന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നീണ്ട കോട്ടും തൊപ്പിയും പാൻസും ഗംബൂട്ടും ധരിച്ച ഒരാൾ അവന്റെ അടുത്തേക്ക് ധൃതിയിൽ കയറി ചെന്നു. റെഡിയല്ലേ? ആഗതൻ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. അതെ, ഞാൻ വളരെ സമയമായി കാത്തു നിൽക്കുന്നു, റാംജിത്ത് പറഞ്ഞു. ആഗതൻ വാതിൽ തള്ളി തുറന്ന് മുറിക്കുള്ളിലേക്ക് കയറി. ലൈറ്റർ തെളിച്ച് അയാൾ 1 സെക്കൻഡ് നേരം ജഡം കിടക്കുന്ന സ്ഥാനം മനസ്സിലാക്കിയിട്ട് ഇരുളിലൂടെ വേഗം നടന്ന് കട്ടിലിനടുത്ത് ചെന്ന് നിന്നു. അയാൾ തന്റെ വസ്ത്രങ്ങൾ അഴിച്ച് തറയിലിട്ടു. അതിനുശേഷം ഷാനിയുടെ ജഡത്തിൽ നിന്നും ഓരോ വസ്ത്രങ്ങളും അതിസൂക്ഷ്മതയോടെ അഴിച്ചു മാറ്റിയിട്ട് ആവേശത്തോടെ ചുംബിച്ചു. ജീവനുള്ള ഇണയോടെന്ന പോലെ തമാശകൾ പറയുകയും നുള്ളുകയും ഇക്കിളി പ്രദേശങ്ങളിൽ വിരലോടിക്കുകയും കളിയാക്കുകയും ചെയ്തിട്ട് ശാരീരിക ബന്ധം പുലർത്തി. അത് കഴിഞ്ഞ് അയാൾ അടുത്ത മുറിയിൽ കയറി അലമാറ തുറന്നു. തപ്പിത്തടഞ്ഞ് സ്കോച്ച് വിസ്കിയുടെ കുപ്പിയെടുത്ത് 2 കവിൾ കുടിച്ചതിന് ശേഷം ഒരു സിഗരറ്റ് കത്തിച്ച് പുകച്ചുകൊണ്ട് മുറിക്കുള്ളിലൂടെ ഉലാത്താൻ തുടങ്ങി. 1 മണിക്കൂർ കഴിഞ്ഞ് ഷാനിയുടെ ജഡം കിടക്കുന്ന മുറിയിലേക്ക് വീണ്ടും അയാൾ കയറി ചെന്നു. മൃതശരീരത്തോട് തമാശകൾ പറഞ്ഞു നുള്ളുകയും തടവുകയും ഇക്കിളിയിടുകയും ചെയ്തുകൊണ്ട് കെട്ടിപ്പിടിച്ചു കിടന്നിട്ട് ഒരിക്കൽ കൂടി ശാരീരികമായി ബന്ധം പുലർത്തി. അരമണിക്കൂറോളം തണുത്തു വിറങ്ങലിച്ചു തുടങ്ങിയ ജഡത്തിനു മുകളിൽ തളർന്നു കിടന്നിട്ട് അയാൾ എഴുന്നേറ്റ് വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. കീച്ചയും ചൂണ്ടുവിരലിട്ട് കറക്കിക്കൊണ്ട് റാംജിത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോഴും ഉലാത്തുകയായിരുന്നു. കാലച്ച കേട്ട് അവൻ തിരിഞ്ഞു നിന്നു. ഒരക്ഷരം പോലും പറയാതെ നീണ്ട കോട്ടും തൊപ്പിയും ധരിച്ച അജ്ഞാതൻ ധൃതിയിൽ ബംഗ്ലാവിന്റെ പിൻവശത്തേക്ക് നടന്നുപോയി. ഉടൻ തന്നെ റാംജിത്ത് മുറിക്കുള്ളിൽ കയറി മെഴുകുതിരി കത്തിച്ചു. ഷാനിയുടെ ജഡത്തിൽ നിന്നും അഴിച്ചു മാറ്റിയിരുന്ന വസ്ത്രങ്ങൾ അവളെ ധരിപ്പിച്ചു. ജഡം തോളിലെടുത്തുകൊണ്ട് അവൻ ജീപ്പിനടുത്തെത്തി. പിൻവശത്തെ സീറ്റ് ഉയർത്തിയിട്ട് അതിനടിയിൽ നിർമ്മിച്ചിരിക്കുന്ന നീളമുള്ള പെട്ടിയിൽ ജഡം നിക്ഷേപിച്ചതിനു ശേഷം സീറ്റ് പൂർവ്വസ്ഥിതിയിൽ വച്ചിട്ട് വീട് പൂട്ടി. താക്കോൽക്കൂട്ടം കറക്കിക്കൊണ്ട് മുൻ സീറ്റിൽ കയറിയിരുന്നു. എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. റിവേഴ്സ് എടുത്ത് ജീപ്പ് റോഡിലിറക്കി. അടുത്ത നിമിഷം ജീപ്പിന്റെ വേഗത കുതിച്ചുയർന്നു. ഇരുളിനെ കീറി മുറിച്ചുകൊണ്ട് ഗ്രാമപാതയിലൂടെ 10 കിലോമീറ്റർ ദൂരം ഓടിയപ്പോൾ റെയിൽവേ ഓവർബ്രിഡ്ജിനടുത്ത് എത്തിച്ചേർന്നു. വാച്ചിലേക്ക് നോക്കിയിട്ട് അവൻ അക്ഷമനായി കാത്തിരുന്നു. കൃത്യം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ട്രെയിനിന്റെ ഇരമ്പൽ കേട്ടു തുടങ്ങി. നിമിഷങ്ങൾ കഴിയുന്തോറും ഇരമ്പലിന് ശക്തി വർദ്ധിച്ചു. ഒപ്പം നേരിയ പ്രകാശം റെയിൽപാളത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. റാംജിത്ത് ജീപ്പിൽ നിന്നും ഇറങ്ങി. പിൻസീറ്റ് മേലോട്ട് ഉയർത്തിയിട്ട് പെട്ടിക്കുള്ളിൽ നിന്നും ഷാനിയുടെ ജഡം എടുത്തുകൊണ്ട് ഓവർബ്രിഡ്ജിന്റെ ഓരത്ത് കയറി നിന്നു. ട്രെയിൻ ഏകദേശം 4 ഫർലോങ് ദൂരെ എത്തിയപ്പോൾ കുറ്റിച്ചെടികൾക്കിടയിൽ മറഞ്ഞിരുന്നുകൊണ്ട് ജഡം പാളത്തിലേക്ക് വെച്ചു കൊടുത്തു. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ഇരുമ്പു ചക്രങ്ങൾ അവളുടെ ജഡത്തിന് മുകളിലൂടെ കയറിയിറങ്ങി. റാംജിത്ത് മിന്നൽ വേഗത്തിൽ ജീപ്പ് ലക്ഷ്യമാക്കി കുതിച്ചു. അടുത്ത നിമിഷം അവൻ ജീപ്പിൽ കയറിയിരുന്നു. അതിവേഗം മുമ്പോട്ട് ഓടിച്ചു പോയി. രാത്രി 3 മണിവരെ രഞ്ജിത്തിനെ ചോദ്യം ചെയ്തിട്ട് പോയ സർക്കിൾ ഇൻസ്പെക്ടർ ജയദേവൻ രാവിലെ തന്നെ സ്റ്റേഷനിൽ പാഞ്ഞെത്തി. അപ്പോഴേക്കും ഓവർബ്രിഡ്ജിൽ ഒരു യുവതിയുടെ ശരീരം 2ആയി മുറിഞ്ഞു കിടപ്പുണ്ടെന്ന വാർത്ത നാട്ടിൽ പരന്നു കഴിഞ്ഞിരുന്നു. വിവരമറിഞ്ഞ് ഡോക്ടർ മാർട്ടിൻ പെരേരയും ഷാനിയുടെ ബന്ധുമിത്രാദികളും സംഭവ സ്ഥലത്ത് പാഞ്ഞെത്തി. ശവം പോസ്റ്റ്മോർട്ടത്തിനായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവർക്ക് ആദ്യം ഡോക്ടർ പെരേരയെ സംശയം തോന്നിയെങ്കിലും സംഭവത്തിന്റെ നിജസ്ഥിതിയെപ്പറ്റി അറിഞ്ഞപ്പോൾ വൈരാഗ്യം രഞ്ജിത്തിനോടായി. ലീനയുടെ സഹോദരൻ മനോഹരനെയായിരുന്നു രഞ്ജിത്തിന് സംശയം. 24 മണിക്കൂറിനുള്ളിൽ ഷാനി അവൻ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നത് അവൻ പ്രത്യേകം പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിരുന്നു. മനോഹരനോ രഞ്ജിത്തോ അറിയാതെ ഈ കൊലപാതകം നടന്നിട്ടില്ലെന്ന് പോലീസ് ഓഫീസർമാർ മനസ്സിലാക്കി. വിചിത്രമായ കൊലപാതകത്തിന്റെ രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ രഞ്ജിത്തിനെ മോചിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് അവർക്ക് തോന്നി. 2 ദിവസം കഴിഞ്ഞ് രഞ്ജിത്തിനെ ജാമ്യത്തിൽ വിട്ടയച്ചു. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവൻ ഡോക്ടർ മാർട്ടിൻ പെരേരയുടെ ഹ്യൂമൻ ലൈഫ് സെന്ററിലേക്ക് കയറി. ഷാനിയുടെ ഇരിപ്പിടം ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ അവന് ദുഃഖം തോന്നി. സെറ്റിയിൽ ഇരുന്നു കൊണ്ട് ഒഴിഞ്ഞ കസേരയിലേക്ക് നോക്കി അവനിരുന്നു. അറ്റൻഡർ ഇന്റർകോമിലൂടെ ഡോക്ടറോട് വിവരം പറഞ്ഞു. ഉടൻ തന്നെ അവന് ഡോക്ടറെ കാണാനുള്ള അനുമതി ലഭിച്ചു. ഡോക്ടർ, തളർന്ന ശബ്ദത്തിൽ അവൻ വിളിച്ചു. രഞ്ജിത്തിരിക്കൂ, അവൻ ഇരുന്നു കൊണ്ട് ചോദിച്ചു.
ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പല പ്രാവശ്യം ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു. മാനസികമായി ഞാൻ വളരെ തകർന്നിരിക്കുകയാണ്. ലീനയും ഷാനിയെയും ഞാനാണ് വധിച്ചതെന്ന് പോലീസ് ബലമായി സംശയിക്കുന്നു. നിങ്ങൾ ഒരു കടുത്ത മാനസിക രോഗിയാണെന്ന് ഞാനും സംശയിക്കുന്നു. ക്രിമിനൽ സ്വഭാവമുള്ള പ്രത്യേക രതിവൈകൃതികളായ മനോരോഗികളുണ്ട്. ഐ വിൽ ഹെൽപ്പ് യു. ഡോക്ടർ! രഞ്ജിത്ത് അലറിക്കൊണ്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. നിങ്ങൾ കസേരയിൽ ഇരിക്കൂ. ഞാൻ പറയുന്നത് ശാന്തമായി കേൾക്കൂ. വേണ്ട, എനിക്ക് ഒന്നും കേൾക്കണ്ട. നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ ഭ്രാന്തനാക്കുകയാണ്. വാതിൽ തുറന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിച്ചപ്പോൾ ഡോക്ടർ ഇന്റർകോമിലൂടെ അറ്റൻഡറെ വിളിച്ച് രഞ്ജിത്തിനെ പുറത്തേക്ക് വിടരുതെന്ന് പറഞ്ഞിട്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. റിസപ്ഷൻ കൗണ്ടറിനടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ അറ്റൻഡർ പിടിച്ചു നിർത്തി. അപ്പോഴേക്കും ഡോക്ടർ അവരുടെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ അകത്തേക്ക് കയറി വരൂ. എന്തിന്? ഐ വിൽ ഹെൽപ്പ് യു. എനിക്ക് രോഗമൊന്നുമില്ല. അത് തീരുമാനിക്കുന്നത് ഒരു ഡോക്ടറാണ്. യുവതിയെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് ആ ജഡവുമായി ബന്ധപ്പെടുന്ന ഒരു പ്രാകൃത മനുഷ്യനായിട്ടാണോ താങ്കൾ എന്നെ കാണുന്നത്? പ്രാകൃത മനുഷ്യൻ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. ദിസ് ഈസ് എ മെന്റൽ ഡിസീസ്. കടുത്ത ഒരു മാനസിക രോഗിക്ക് മാത്രമേ നീചമായ ഈ പ്രവൃത്തി ചെയ്യാൻ കഴിയൂ. ഞാൻ മാനസിക രോഗിയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? നിങ്ങൾ രോഗിയാണോ എന്നറിയണമെങ്കിൽ സൈക്കോതെറാപ്പി ചികിത്സയ്ക്ക് ആദ്യം വിധേയനാകണം. ഓക്കെ, ഞാൻ സമ്മതിച്ചു. ഞാനൊരു മാനസിക രോഗിയല്ലെന്ന് തെളിഞ്ഞ പോലീസുകാരുടെ ശല്യത്തിൽ നിന്നെങ്കിലും രക്ഷപ്പെടാമല്ലോ. മാത്രമല്ല നിങ്ങളുടെ മാനസിക പിരിമുറുക്കത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യാം. ശരി. സ്വമനസ്സോടെ രഞ്ജിത്ത് കൺസൾട്ടിംഗ് മുറിയിലേക്ക് കയറി. അവർ വീണ്ടും പഴയ ഇരിപ്പിടങ്ങളിലിരുന്നു. രഞ്ജിത്ത് സ്വപ്നാടനമുള്ളതായി അമ്മയോടോ ഭാര്യയോടോ പറഞ്ഞതായി ഓർമ്മിക്കുന്നുണ്ടോ? ഇല്ല. ലീന അപ്രത്യക്ഷമായ വിവരം എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? യാദൃശികമായി ഉറക്കമുണർന്നപ്പോൾ അവൾ കിടക്കയിലില്ലെന്ന് മനസ്സിലായി. ഓക്കെ. ഷാനിയുടെ കേസോ? അന്ന് രാത്രിയിൽ കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. അപ്പോൾ ഷാനിയെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്തിന്? പറയൂ. ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയരുത്. എനിക്ക് വേണ്ടി ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്ന ഷാനിയെ എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ആഗ്രഹം മനസ്സിലുദിച്ചു. എത്ര നിയന്ത്രിച്ചിട്ടും ആഗ്രഹത്തെ അടക്കി നിർത്താൻ കഴിഞ്ഞില്ല. ഞാൻ മുറിയിലേക്ക് കയറി ചെന്നു. അപ്പോൾ മുറി ശൂന്യമായിരുന്നു അല്ലേ? അതെ. വാതിൽ തുറക്കുന്നതിന്റെ ശബ്ദമോ കാൽപെരുമാറ്റമോ നിങ്ങൾ കേട്ടില്ലേ? ഇല്ല. ഡോക്ടർ പെരേര അല്പനേരം നിശബ്ദനായിരുന്നിട്ട് എഴുന്നേറ്റു. ഡോക്ടർ എന്താണ് ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ നിങ്ങളെ സഹായിക്കാം. എഴുന്നേറ്റ് ആ കസേരയിൽ ഇരിക്കൂ. മറ്റൊരു കസേര അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. രഞ്ജിത്ത് അദ്ദേഹം കാണിച്ച കസേരയിൽ ചാരിയിരുന്നു. അവന്റെ തല പിടിച്ച് പിന്നോട്ട് സാവധാനം മലർത്തി പിടിച്ചുകൊണ്ട് ഡോക്ടർ പെരേര അവന് ചില നിർദ്ദേശങ്ങൾ നൽകി. അവൻ സാവധാനം നിദ്രയിലേക്ക് വഴുതി വീണു. 1 മണിക്കൂർ കഴിഞ്ഞ് അവനെ നിദ്രയിൽ നിന്നും ഉണർത്തിയിട്ട് പോകാൻ അനുവദിച്ചു. ഡോക്ടർ, എനിക്ക് എന്തെങ്കിലും കുഴപ്പം? നിങ്ങൾ കടുത്ത മാനസിക സംഘർഷത്തിലാണ്. ഈ ആശുപത്രിയിലുള്ള സജ്ജീകരണങ്ങൾ പരിമിതമാണ്. ഏതെങ്കിലും നല്ല ആശുപത്രിയിൽ പോയി എത്രയും വേഗം ചികിത്സിക്കണം. താങ്കളുടെ ഫീസ് എത്രയാണ്? നോ താങ്ക് യു. ഡോക്ടറെ ദയനീയമായി നോക്കിയിട്ട് രഞ്ജിത്ത് പുറത്തേക്ക് ഇറങ്ങി. അവൻ പോയി കഴിഞ്ഞപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ ജയദേവൻ അകത്തേക്ക് കയറി ചെന്നു. ഡോക്ടർക്ക് അഭിമുഖമായി അദ്ദേഹം ഇരുന്നു. അവനെപ്പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? എനിക്ക് സംശയമുണ്ട്. അവൻ കടുത്ത മാനസിക രോഗത്തിന് അടിമയാണ്. ഹിപ്നോട്ടൈസ് ചെയ്തില്ലേ? ഉവ്. അവൻ മനസ്സ് തുറന്ന് കാണിക്കുന്നില്ല. ശരിയായി നിദ്രയിലേക്ക് വഴുതി വീഴുന്നതുമില്ല. മറ്റൊരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചാലോ? വലിയ പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം രഞ്ജിത്തിന്റെ മനസ്സിനെ കീഴടക്കാൻ ഒരു മനഃശാസ്ത്രജ്ഞനും കഴിയുമെന്ന് തോന്നുന്നില്ല. എന്നാൽ മറ്റൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം. എന്താണ്? കേൾക്കട്ടെ. ഏതെങ്കിലും യുവതിയുമായി ഇവൻ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ കണ്ടാൽ അപ്പോൾ മുതൽ രഹസ്യമായി ഫോളോ ചെയ്യണം. ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സൈക്യാട്രിസ്റ്റിനെ കൊണ്ട് പരിശോധിപ്പിച്ചാലോ? അവൻ മാനസിക രോഗിയാണെന്ന് ഏതൊരു മനഃശാസ്ത്രജ്ഞനും പറയും. പക്ഷെ 2 കൊലപാതകങ്ങൾ നടത്തിയത് അവനാണെന്ന് തെളിയിക്കേണ്ടത് ആവശ്യമില്ലേ? അതെ. അതുകൊണ്ട് ആദ്യം രഞ്ജിത്തിനെ രഹസ്യമായി നിരീക്ഷിക്കുക. കൈയോടെ പിടികൂടുകയും യുവതിയെ ചോദ്യം ചെയ്യുകയും കഴിഞ്ഞാൽ താങ്കളുടെ ജോലിഭാരം കുറയുകയില്ലേ? ശരിയാണ്. ഓക്കെ ഡോക്ടർ, ഞാൻ ഇറങ്ങട്ടെ. ഇനി ആവശ്യമുണ്ടായാൽ വരാം. യു ആർ വെൽക്കം.
സർക്കിൾ ഇൻസ്പെക്ടർ ജയദേവൻ ഹ്യൂമൻ ലൈഫ് സെന്ററിൽ നിന്നും ഇറങ്ങി. തൽക്കാലം ലീനയുടെ സഹോദരൻ മനോഹറിനെ ചോദ്യം ചെയ്യേണ്ടതില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അയാൾ ഷാനിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നെങ്കിലും ലീനയുടെ മരണവുമായി ഒട്ടും വ്യത്യസ്തമല്ലാത്ത രീതിയായതിനാൽ മനോഹരനാണ് പ്രതിയെന്ന് തൽക്കാലം വിശ്വസിക്കുന്നത് തെറ്റാണെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ജയദേവൻ കരുതി. ഉടൻ തന്നെ SP ഓഫീസിൽ പോയി SP ഫെർണാണ്ടസുമായി ഡോക്ടർ പെരേരെ പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്തു. രഞ്ജിത്തിനെ വളരെ രഹസ്യമായി നിരീക്ഷിച്ചുകൊള്ളാൻ SP ഫെർണാണ്ടസ് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകി. അന്ന് രാത്രി ഊണ് കഴിഞ്ഞ് ഫോമത്തയിൽ ഉറങ്ങാനായി കിടന്ന രഞ്ജിത്ത് ഉറക്കം വരാതെ വളരെ സമയം ഡോക്ടർ പെരേര പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് ഷാനിയുടെയും ലീനയുടെയും കൊലപാതക ദൃശ്യങ്ങൾ തെളിഞ്ഞു വന്നു. ബലാത്കാരം ചെയ്യാതെ യുവതികളുടെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് ശരീരം തണുത്തുറയുന്നതിനു മുമ്പ് വികാരം ശമിപ്പിച്ചിട്ട് കടന്നു കളയുക. ഏതോ ഭീരു കണ്ടുപിടിച്ച തന്ത്രമായിരിക്കും ഇത്. യുവതികളെ വലയിൽ വീഴ്ത്താൻ കഴിവുള്ള അതിക്രൂരനായിരിക്കും കിരാതമായ ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അടുത്ത നിമിഷം മറ്റൊരാലോചന കൂടി അവന്റെ മനസ്സിൽ കടന്നുകൂടി. ചലനരഹിതയായി കിടക്കുന്ന ജഡത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടായിരിക്കും. ഏതെങ്കിലും യുവതിയുമായി സ്നേഹഭാവം അഭിനയിച്ചുകൊണ്ട് അതിൽ ഒളിച്ചു കിടക്കുന്ന രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഉടൻ തന്നെ അവന്റെ മനസ്സിൽ മെർലിന്റെ രൂപം തെളിഞ്ഞു വന്നു. മെർലിന് തന്നോട് വളരെയധികം സ്നേഹമുണ്ട്. ഡോക്ടർ വീട്ടിലില്ലെങ്കിൽ കുറച്ചു സമയം അവിടെ ചിലവഴിക്കാൻ കഴിയും. മനസ്സിന് അല്പം ഉല്ലാസം ലഭിക്കുകയും ചെയ്യും. പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് റിസീവർ കയ്യിലെടുത്തുകൊണ്ട് ഡോക്ടർ പെരേരയുടെ വസതിയിലേക്ക് ഫോൺ ചെയ്തു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മെർലിന്റെ മധുര ശബ്ദം അവന്റെ കാതുകളിൽ ഒഴുകിയെത്തി. ഹലോ, മെർലിൻ അല്ലേ? അതെ, രഞ്ജിത്താണോ? യെസ്, ഞാൻ നിങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. റിയലി? അത്ഭുതത്തോടെ അവൻ ചോദിച്ചു. അതേന്ന്. ഡോക്ടർ അവിടെ ഇല്ലേ? ഇല്ല. ഞാൻ അങ്ങോട്ടിപ്പോൾ വരട്ടെ? വരൂ, ഞാൻ കാത്തിരിക്കും. ഓക്കെ, ഇതാ എത്തിക്കഴിഞ്ഞു. വർദ്ധിച്ച സന്തോഷത്തോടെ അവൻ റിസീവർ ക്രാഡലിൽ വെച്ചിട്ട് പെട്ടെന്ന് ഡ്രസ് ചെയ്തുകൊണ്ട് കാറിന്റെ താക്കോലുമായി പുറത്തേക്കിറങ്ങി. ശബ്ദമുണ്ടാക്കാതെ വാതിൽ അടച്ചുപൂട്ടിയതിനു ശേഷം കാറിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു. ശബ്ദം കേട്ടുകൊണ്ട് യശോധരി അമ്മ എഴുന്നേറ്റ് മുറ്റത്തെ ലൈറ്റ് തെളിച്ചു നോക്കിയതിനു ശേഷം രഞ്ജിത്തിന്റെ മുറിയിൽ പരിശോധിച്ചിട്ട് വാതിൽ തുറന്ന് പുറത്തിറങ്ങി. അടുത്ത നിമിഷം സർക്കിൾ ഇൻസ്പെക്ടർ ജയദേവൻ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. യശോധരി അമ്മ ആദ്യം ഭയന്നു പോയെങ്കിലും എന്തോ ചോദിക്കാനായി ഭാവിക്കുമ്പോഴാണ് നിലവിളിച്ചുകൊണ്ട് അദ്ദേഹം മുറ്റത്ത് കമിഴ്ന്നു വീണത്. സർക്കിൾ ഇൻസ്പെക്ടർ ജയദേവന്റെ പുറത്തുനിന്നും രക്തം ചീറ്റുന്നത് കണ്ട് യശോധരി അമ്മ ഏതാനും നിമിഷ നേരത്തേക്ക് സ്തംഭിച്ചുപോയി. പരിസരബോധം വീണ്ടു കിട്ടിയപ്പോൾ അവർ ഉറക്കെ നിലവിളിച്ചു. ശബ്ദം കേട്ടുകൊണ്ട് അടുത്ത വീട്ടിലെ ജോർജ് കുട്ടി ലൈറ്റ് തെളിച്ചു. എന്താ ചേച്ചി? ജനാലയ്ക്കടുത്ത് വന്നു നിന്നുകൊണ്ട് അവൻ വിളിച്ചു ചോദിച്ചു. അയ്യോ, ഓടിവാ ജോർജ് കുട്ടി, ഓടിവാ! ടോർച്ചുമായി അവൻ അവിടെ പാഞ്ഞെത്തി. മുറ്റത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടറെ കണ്ട് അവനും ഭയന്നുപോയി. ചേച്ചി! ഭയത്തോടെ ജോർജ് കുട്ടി വിളിച്ചു. രഞ്ജിത്ത് എവിടെ പോയതെന്നറിയാമോ? അവനിവിടെ ഇല്ലേ? ഇല്ല മോനെ, കാറിന്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ ഉണർന്നതും ലൈറ്റ് ഇട്ടതും. ഭഗവാനെ, എന്തൊരു പരീക്ഷണമാണിത്! ഇദ്ദേഹം എങ്ങനെയാണ് മരിച്ചത്? ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ആരോ വെടിവെച്ചു വന്നതാണ്. വേഗം വീടിനുള്ളിൽ കയറ്, ശത്രുക്കൾ പുറത്തുണ്ട്. അവൻ വേഗം യശോധരി അമ്മയെ പിടിച്ച് വീട്ടിനുള്ളിൽ കയറ്റിയിട്ട് കതകടച്ചു പൂട്ടി. നമുക്ക് ആരാ കുഞ്ഞെ ശത്രുക്കൾ? അതിപ്പോ എങ്ങനെ അറിയും? സർക്കിൾ ഇൻസ്പെക്ടർ എന്താണ് ഇവിടെ വന്നത്? അതും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഷാനിയുടെ കൊലപാതകത്തെ പറ്റി അന്വേഷിക്കാൻ വന്നതായിരിക്കും. ഈ പാതിരാത്രി നേരത്തോ? പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ ചേച്ചി? ഷാനിയും ലീനയും എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നുള്ള രഹസ്യം ഒരു കടങ്കഥ പോലെ കിടക്കുകയല്ലേ. അവൻ എവിടെ പോയതായിരിക്കും? എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, പോലീസിന് ഫോൺ ചെയ്യാം. എൻ്റെ മോൻ, അവനെ ആ കാട്ടാളന്മാർ കൊന്നു കാണുമോ? ചേച്ചി വിഷമിക്കാതിരിക്കേ. വീട്ടിൽ ഉറങ്ങിക്കിടന്നയാൾ കാറുമായി പോയത് ശത്രുക്കളുടെ കൂടെ ആയിരിക്കില്ല. ഒരുപക്ഷെ എന്തെങ്കിലും വിവരം അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം മാറിയതായിരിക്കും. ഷാനിയും ലീനയും ഈ വീട്ടിൽ കിടന്നുറങ്ങിയവരല്ലേ? യശോധരി അമ്മ പറഞ്ഞത് ഒരു ഞെട്ടലോടെയാണ് ജോർജ് കുട്ടി കേട്ടത്. അവൻ കുറച്ചു നേരത്തേക്ക് നിശബ്ദനായിരുന്നതിന് ശേഷം പറഞ്ഞു. ഏതായാലും പോലീസിനെ വിവരം അറിയിക്കാം. മരിച്ചു കിടക്കുന്നത് ഇവിടെ കേസ് അന്വേഷിക്കാൻ വന്നിട്ടുള്ള സർക്കിൾ ഇൻസ്പെക്ടർ ജയദേവനാണ്. ജോർജ് കുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? യെസ്, ഹെഡ് കോൺസ്റ്റബിൾ ശങ്കരപിള്ളയാണ് സംസാരിക്കുന്നത്. എന്തു വേണം? സാറേ,
രഞ്ജിത്തിന്റെ വീട്ടുമുറ്റത്ത് സർക്കിൾ ഇൻസ്പെക്ടർ ജയദേവൻ മരിച്ചു കിടപ്പുണ്ട്. എന്ത്? 1 മിനിറ്റ്. ശങ്കരപ്പിള്ള റിസീവർ മേശപ്പുറത്ത് വെച്ചിട്ട് ഉറങ്ങിക്കിടന്ന അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ഹുസൈനെ വിളിച്ചു ഉണർത്തി. സാറേ, സർക്കിൾ ഇൻസ്പെക്ടർ ജയദേവൻ സാറ് രഞ്ജിത്തിന്റെ വീട്ടുമുറ്റത്ത് മരിച്ചു കിടപ്പുണ്ടെന്ന്. ആര് പറഞ്ഞു? ദാ ഫോൺ. ASI വേഗം ഫോൺ എടുത്തു. വിശദമായി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് സബ് ഇൻസ്പെക്ടർ ചെറിയാനെ വിളിച്ചുകൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിലേക്ക് ഡ്രൈവറെ പറഞ്ഞയച്ചതിനു ശേഷം പോലീസ് സൂപ്രണ്ടിന് വയർലെസ് മെസ്സേജ് നൽകി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സബ് ഇൻസ്പെക്ടർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ഉടൻ തന്നെ ഒരു സംഘം പോലീസുകാരോടൊപ്പം അവർ സംഭവ സ്ഥലത്തേക്ക് കുതിച്ചു. രഞ്ജിത്തിന്റെ വീട്ടുപടിക്കൽ ജീപ്പ് നിർത്തിയിട്ട് അവൻ ചാടിയിറങ്ങി. ജോർജ് കുട്ടി വാതിൽ തുറന്നു. സബ് ഇൻസ്പെക്ടർ ചെറിയാൻ യശോധരി അമ്മയെ ചോദ്യം ചെയ്തിട്ട് സർക്കിൾ ഇൻസ്പെക്ടറുടെ ജഡം പരിശോധിച്ചു. ഇടതുഭുജത്തിന് താഴെയാണ് വെടിയുണ്ട തുളച്ചു കയറിയിരുന്നത്. ഹൃദയം തകർന്നാണ് മരണകാരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ജഡം അവർ മലർത്തി കിടത്തി. വെടിയുണ്ട പുറത്തേക്ക് കടന്നതിന്റെ അടയാളം നെഞ്ചിൽ കാണുവാനുണ്ടായിരുന്നില്ല. അല്പനേരം ആലോചിച്ചിരുന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റ് സിറ്റൗട്ടിലേക്ക് കയറി കസേരയിലിരിക്കുന്ന യശോധരി അമ്മയോട് ചോദിച്ചു, കാറ് പോയി കഴിഞ്ഞാണ് ഇദ്ദേഹം മുറ്റത്തേക്ക് കയറി എന്നുള്ളത് ശരി തന്നെയാണോ? അതെ സർ, ഞാൻ വ്യക്തമായി ഓർക്കുന്നുണ്ട്. നിങ്ങളോട് പറയാതെ രഞ്ജിത്ത് രാത്രിയിൽ വല്ലയിടത്തും പോകാറുണ്ടായിരുന്നോ? ഇല്ല. സത്യമാണല്ലോ. അതെ, അതുകൊണ്ടാണ് ഞാൻ മുറിയിൽ പോയി നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് തന്നെ. രഞ്ജിത്ത് ഇന്ന് അമിതമായി മദ്യപിച്ചിരുന്നോ? ഇല്ല, അവൻ മദ്യപിച്ചതിന്റെ ലാഞ്ചന പോലും ഇല്ലായിരുന്നു. ഏതെങ്കിലും പെൺകുട്ടിയുമായി അവന് പ്രത്യേക മമതയുണ്ടോ? അറിഞ്ഞുകൂടാ, എൻ്റെ അറിവിലില്ല. വീണ്ടും സബ് ഇൻസ്പെക്ടർ ചിന്തയിൽ മുഴുകി. വിചിത്രമായ കൊലപാതകങ്ങൾ. രഞ്ജിത്തിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കുമെന്ന് തന്നെ അദ്ദേഹം ഊഹിച്ചു. വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന ലീനയും ഷാനിയും ഏതോ അജ്ഞാത ശക്തിയുടെ നിർദ്ദേശപ്രകാരം തനിയെ പുറത്തേക്കിറങ്ങിച്ചെന്ന് മരണത്തെ സ്വീകരിക്കുകയായിരുന്നു. രഞ്ജിത്തിനും അതുതന്നെയാണോ സംഭവിച്ചിരിക്കുന്നത്? നേരം പുലരുമ്പോഴേക്കും രഞ്ജിത്തിന്റെ കൊലപാതക വാർത്തയായിരിക്കുമോ കേൾക്കേണ്ടി വരിക എന്നാലോചിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല സർ, എൻ്റെ മോൻ എസ്റ്റേറ്റിലേക്ക് പോലും പോകാറില്ല. സൂപ്രണ്ട് കണക്കുകൾ ഇവിടെ കൊണ്ടുവന്ന് തരികയാണ്. ആരാണ് എസ്റ്റേറ്റ് സൂപ്രണ്ട്? മുൻ MLAയുടെ മകൻ സത്യാനന്ദൻ. അയാൾക്ക് എന്ത് പ്രായമുണ്ട്? 45 വയസ്സ് കാണും. നിങ്ങളുമായി സത്യാനന്ദൻ നല്ല ധാരണയിലാണോ? അതെ സർ, വളരെ സത്യസന്ധനാണ് അയാൾ. പണസംബന്ധമായി എന്തെങ്കിലും തിരിമറികൾ നടത്തുകയോ അതിന് ശ്രമിക്കുകയോ ചെയ്തിട്ടുള്ളതായി അറിയാമോ? ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എസ്റ്റേറ്റിലെ തൊഴിലാളികൾ എങ്ങനെയുണ്ട്? അവർക്ക് നിയമപ്രകാരമുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട്. തികച്ചും സംതൃപ്തരാണവർ. സബ് ഇൻസ്പെക്ടർ ചെറിയാൻ വീണ്ടും ചിന്തയിൽ മുഴുകി. ഇപ്പോൾ വരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെപ്പറ്റി യാതൊരുവിധ എത്തും പിടിയും കിട്ടിയിട്ടില്ല. വളരെ വിദഗ്ധനായ ആരുടെയോ കൈകൾ ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവൻ ആരായാലും അതിബുദ്ധിമാനും സാഹസികനുമാണ്. അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടറെ വെടിവെച്ച് വീഴ്ത്താൻ ധൈര്യപ്പെടുകയില്ല. അടുത്ത നിമിഷം മറ്റൊരു സംശയം കൂടി അദ്ദേഹത്തിന്റെ മനസ്സിൽ കടന്നുകൂടി. സർക്കിൾ ഇൻസ്പെക്ടറെ വെടിവെച്ച് വീഴ്ത്തിയിട്ട് രഞ്ജിത്ത് ആത്മരക്ഷയ്ക്കായി രക്ഷപ്പെട്ടതായിരിക്കുമോ? അദ്ദേഹത്തിന് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നതിന് മുമ്പ് DSP ഫെർണാണ്ടസ് ഒരു കാറിൽ അവിടെ എത്തിച്ചേർന്നു. യശോധരി അമ്മയെ അദ്ദേഹം ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ സമയം രഞ്ജിത്ത് ഡോക്ടർ പെരേരയുടെ വസതിയിലിരുന്ന് മെർലിനോട് സംസാരിക്കുകയായിരുന്നു. കുശലാന്വേഷണങ്ങൾക്ക് ശേഷം അവൻ ചോദിച്ചു, ഭവതി എന്തിനാണ് എന്നോട് വരാൻ പറഞ്ഞത്? എന്തിനാണെന്ന് അറിഞ്ഞൂടെ? അല്പം പോലും ലജ്ജിക്കാതെ അവൾ ചോദിച്ചു. എല്ലാ ഭാര്യമാരും ഇങ്ങനെയാണോ? ഇവിടെ ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയില്ലേ? എല്ലാ ഭാര്യമാരും ഇങ്ങനെയല്ല, ഭർത്താക്കന്മാരും. നിങ്ങളൊരു ഭർത്താവല്ലേ? അതെ, ഞാൻ ഭാര്യ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. മോഹങ്ങൾ കൊഴിഞ്ഞു വീണിട്ടില്ല. പഴയ ആരോഗ്യം ഇപ്പോഴുമുണ്ട്. എന്നാൽ ഭവതി അങ്ങനെയല്ലല്ലോ. ഞാൻ പാശ്ചാത്യ സംസ്കാരം ഇഷ്ടപ്പെടുന്നു. ഭർത്താവ് ഉണ്ടെന്ന് വെച്ച് ഇഷ്ടമുള്ള പുരുഷനോടൊപ്പം കുറച്ചു നേരം ചിലവഴിക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഒന്നുമില്ല. മെർലിനെ കണ്ട നിമിഷം മുതൽ ഞാൻ... അവൻ വാക്കുകൾ പൂർത്തീകരിക്കാതെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. നമുക്ക് മുറിയിലേക്ക് പോകാം, അവിടെ ഇരുന്ന് സംസാരിക്കാം. സ്റ്റെയർ കേസ് കയറി അവർ കിടക്കമുറിയിലെത്തി. രഞ്ജിത്ത അവളെ ആവേശത്തോടെ ആലിംഗനം ചെയ്തുകൊണ്ട് ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. അവന്റെ ശരീരത്തിലേക്ക് അവൾ മുല്ലവിളി പോലെ പടർന്നു കയറിയപ്പോൾ ഈ ലോകം മുഴുവൻ കീഴടക്കിയ സന്തോഷം അവന് തോന്നി. മെർലിൻ, ഐ ലവ് യു സോ മച്ച്.
മെർലിൻ കുപ്പിച്ചില്ലുകൾ വാരി ചിതറും പോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രഞ്ജിത്ത്, നിങ്ങൾ എൻ്റേത് മാത്രമാണ്. അടുത്ത നിമിഷം അവൻ്റെ കണ്ണുകളിൽ ക്രൂരത നിഴലിച്ചു. മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു മുറുകി. എന്താണിത്? നീ നീ നിശ്ചലയായി കിടക്കണം. നീ ചലിച്ചു പോകരുത്. എന്ത്? നിങ്ങൾ ഭ്രാന്തനാണോ? അതെ, കുറച്ചു നേരത്തേക്ക് ഞാൻ ഭ്രാന്തനാണ്. നീ ശവം പോലെ കിടക്കണം. നോ മെർലിൻ, ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ അല്ലെങ്കിൽ നിന്നെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് ആ കിരാതനെ പോലെ ജഡം പകർന്നു നൽകുന്ന അനുഭൂതി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കും. എഴുന്നേറ്റ് പോകൂ, അല്ലെങ്കിൽ ഞാൻ ഉറക്കെ നിലവിളിക്കും. ശബ്ദിക്കരുത്. അഥവാ ശബ്ദമുണ്ടാക്കിയാൽ നീ ഒരു നീച സ്ത്രീയാണെന്ന് ഞാൻ ഡോക്ടറോട് പറയും. യു ബ്ലഡി റാസ്കൽ, ഗെറ്റ് ഔട്ട്! പെടഞ്ഞെണീറ്റുകൊണ്ട് മെർലിൻ അലറി. അവളെ കടന്നു പിടിക്കാനായി രഞ്ജിത്ത് മുമ്പോട്ട് കുതിച്ചപ്പോൾ കൈ തട്ടി മാറ്റിയിട്ട് നിലവിളിച്ചുകൊണ്ട് അവൾ ബാൽക്കണിയിലൂടെ താഴത്തെ നിലയിലേക്ക് ഓടി. ഈ സമയം DSP ഫെർണാണ്ടസ് ഡോക്ടർ പെരേരയെ കാണാനായി പടിക്കൽ കാർ നിർത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. നിലവിളി കേട്ടുകൊണ്ട് അദ്ദേഹം ഓടിച്ചെന്ന് വാതിലിൽ ശക്തിയായി മുട്ടിക്കൊണ്ട് ഒരു കൈയിൽ റിവോൾവർ എടുത്തു പിടിച്ചു. പെട്ടെന്ന് മെർലിൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടി. അവൾ DSP ഫെർണാണ്ടസിലേക്കാണ് വീണത്. എന്തുപറ്റി? ആ കാട്ടാളൻ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. ആര്? രഞ്ജിത്ത്. പെട്ടെന്ന് അദ്ദേഹം ബംഗ്ലാവിനുള്ളിലേക്ക് കയറി. സ്റ്റെയർ കേസ് കയറാൻ തുടങ്ങുമ്പോഴാണ് താഴേക്ക് ഇറക്കാൻ തുടങ്ങുന്ന രഞ്ജിത്തിനെ കണ്ടത്. അവന്റെ നെഞ്ചിന് നേരെ റിവോൾവർ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ചലിച്ചു പോകരുത്. ഇടിവെട്ടേറ്റവനെ പോലെ രഞ്ജിത്ത് സ്തംഭിച്ചു നിന്നു. ഹാൻഡ്സ് അപ്പ്, അദ്ദേഹം ആജ്ഞാപിച്ചു. രഞ്ജിത്ത് കൈകൾ രണ്ടും മേൽപോട്ടുയർത്തി. DSP ഫെർണാണ്ടസ് മേൽപോട്ട് കയറി ചെന്ന് രഞ്ജിത്തിന്റെ അടുത്ത് ചെന്നതിന് ശേഷം അവന്റെ ശരീരത്ത് ആയുധം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കിയിട്ട് മുഖമടച്ച് ഒരടി കൊടുത്തു. രഞ്ജിത്ത് മുഖം പൊത്തിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അടുത്ത പ്രഹരം അടിവയറ്റിലേറ്റത്. അവൻ മലർന്നടിച്ചു വീണു. അതേ നിമിഷം തന്നെ പോക്കറ്റിൽ നിന്നും തൂവാലെടുത്ത് അവന്റെ കൈകൾ അദ്ദേഹം ബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, താഴേക്ക് നടക്കടാ. അവൻ എഴുന്നേറ്റ് സാവധാനം ഗോവണി ഇറങ്ങാൻ തുടങ്ങി. DSP ഫെർണാണ്ടസ് അവനോടൊപ്പം ഗോവണി ഇറങ്ങി പൂമുഖത്ത് പ്രവേശിച്ച ഉടൻ മെർലിനെ അടുത്തേക്ക് വിളിച്ചു. ഡോക്ടർ എവിടെ? അദ്ദേഹം ആശുപത്രിയിലാണ്. ഇവിടെ മറ്റാരുമില്ലേ? ഒരു സെർവന്റ് മാത്രമേ ഉള്ളൂ. എവിടെയാണ് അവൾ? സ്ത്രീയല്ല, ഒരു യുവാവാണ്. അവൻ ബംഗ്ലാവിന് പുറത്ത് സെർവന്റ് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. ഇവൻ എങ്ങനെയാണ് ഇവിടെ വന്നത്? എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു വന്നതാണ്. എന്നിട്ട് ഞാൻ ശവം പോലെ നിശ്ചലനായി ഇയാളുടെ മുമ്പിൽ കിടക്കണമെന്നും അനുസരിച്ചില്ലെങ്കിൽ കഴുത്ത് ഞെരിച്ച് കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. DSP ഫെർണാണ്ടസ് അവനെ തുറച്ചു നോക്കിയെങ്കിലും അടുത്ത നിമിഷം അദ്ദേഹത്തിന്റെ മുഖം വിടർന്നു. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് തങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ക്രിമിനൽ സ്വഭാവമുള്ള മാനസിക രോഗിയെ കണ്ടെത്തിയ സന്തോഷത്തിലായിരുന്നു അദ്ദേഹം. ഉടൻ തന്നെ ഡോക്ടർ മാർട്ടിൻ പെരേരയ്ക്കും സബ് ഇൻസ്പെക്ടർ ചെറിയാനും ഫോൺ ചെയ്ത് വിവരം പറഞ്ഞു. വീട്ടിൽ പാഞ്ഞെത്തിയ ഡോക്ടർ സമനില തെറ്റിയ ഒരു മനുഷ്യനെ പോലെ പോക്കറ്റിൽ നിന്നും ഒരു റിവോൾവർ എടുത്ത് മിന്നൽ വേഗത്തിൽ രഞ്ജിത്തിന്റെ നേർക്ക് ചൂണ്ടി. അടുത്ത നിമിഷം റിവോൾവറിൽ നിന്നും തീ തുപ്പി. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം. നന്ദി.